യാത്രക്കാർ മറന്നുവെച്ച ബാഗിലെ 10 പവൻ സ്വർണവും 1.5 ലക്ഷം രൂപയും കണ്ട് ബസ് ജീവനക്കാരുടെ കണ്ണ് മഞ്ഞളിച്ചില്ല കേട്ടോ. സ്വർണ്ണാഭരണങ്ങളും പണവും അടങ്ങിയ ബാഗ് ഉടമകൾക്ക് തിരികെ നൽകി മാതൃകയായിരിക്കുകയാണ് കുറച്ച് ബസ് ജീവനക്കാർ. നമുക്കൊന്ന് കണ്ടുവരാം. ഒരു കുടുംബത്തിന്റെ നഷ്ടപ്പെട്ടു പോയ മുഴുവൻ ജീവിത സമ്പാദ്യമാണ് ബസ് ജീവനക്കാരായ മണികണ്ഠനും വിനുവും ചേർന്ന് തിരികെ നൽകിയത്. ചെന്നൈയിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോവുകയായിരുന്ന നിലമ്പൂർ സ്വദേശികളായ കുടുംബത്തിനാണ് തങ്ങളുടെ ജീവിത സമ്പാദ്യം പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷനിൽ വച്ച് പോലീസിന്റെ സാന്നിധ്യത്തിൽ തിരികെ ലഭിച്ചത്. ചെന്നൈയിലേക്ക് പോകാനായി ഒറ്റപ്പാലത്ത് നിന്നും പാലക്കാട്ടേക്ക് ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് കുടുംബത്തിന്റെ ബാഗ് നഷ്ടമായത്. പാലക്കാട് എത്തിയപ്പോൾ തിരക്കിനിടയിൽ സ്വർണവും പണവും അടങ്ങിയ ബാഗ് ഇവർ ബസ്സിൽ തന്നെ മറന്നുവെച്ചു. യാത്രക്കാരെയെല്ലാം ഇറക്കിയ ശേഷം ഡ്രൈവർ മണികണ്ഠനും കണ്ടക്ടർ വിനുവും ചേർന്ന് പതിവ് പരിശോധന നടത്തിയപ്പോൾ പിൻ സീറ്റിലിരിക്കുന്ന ബാഗ് ശ്രദ്ധയിൽപ്പെട്ടു. തുറന്നു നോക്കിയപ്പോൾ വസ്ത്രങ്ങൾ മാത്രമാണ് കണ്ടത്. യാത്രക്കാർ ആരെങ്കിലും മറന്നുപോയതാകാമെന്ന് കരുതി ഇവർ ബാഗ് മാറ്റിവെച്ചു. പിന്നീട് വൈകിട്ടോടെ സർവീസുകളെല്ലാം പൂർത്തിയായ ശേഷം ബാഗ് വിശദമായി പരിശോധിച്ചപ്പോഴാണ് ജീവനക്കാർ ഞെട്ടിയത്. വസ്ത്രങ്ങൾക്കിടയിൽ സൂക്ഷിച്ച നിലയിൽ 10 പവൻ സ്വർണ്ണാഭരണങ്ങൾ, 1.5 ലക്ഷം രൂപ. വിലപിടിപ്പുള്ള വസ്തുക്കൾ കണ്ട ഉടൻ തന്നെ ജീവനക്കാർ ബസ് മാനേജറായ പാലക്കാട് സ്വദേശി ജുബൈറിനെ വിവരമറിയിച്ചു. വൈകുന്നേരം ഡീസൽ അടിക്കുമ്പോൾ നമ്മുടെ ഡ്രൈവർ വെറുതെ തുറന്നിട്ട് തുണി മാറ്റി നോക്കിയപ്പോൾ അതിനകത്ത് 2 കെട്ട് 500 പിന്നെ ഒരു പാത്രം നിറച്ച് സ്വർണ്ണം. സമയം കളയാതെ ബാഗ് പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയായിരുന്നു. ബസ് ജീവനക്കാർ ബാഗ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച വിവരമറിഞ്ഞ് ഓടിയെത്തിയ കുടുംബത്തിന് പോലീസിന്റെ സാന്നിധ്യത്തിൽ ബാഗ് കൈമാറി. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. നമ്മൾ ഇന്നലെയും സമാനമായൊരു വാർത്ത തത്സമയം റിപ്പോർട്ടറിൽ കൊടുത്തിരുന്നു. ശരിക്കും ഇത്രയും പണവും സ്വർണവും ഒക്കെ ഉള്ളപ്പോൾ അത് അശ്രദ്ധമായി കളഞ്ഞിട്ട് പോകാൻ പാടുള്ള ഒരു കാര്യമല്ല. ഇന്നലെയും സംഭവിച്ചത് ഇതുപോലെ തന്നെ 10-12 ലക്ഷം രൂപ വില വരുന്ന സ്വർണ്ണമാണ് ബസ് ജീവനക്കാരെ തിരികെ ഉടമയ്ക്ക് നൽകിയത്. ഇവിടെയും അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. ഗോകുൽ VS നമുക്കൊപ്പം ചേർന്നുണ്ട്. ഗോകുൽ, ശരിക്കും ഇതുപോലെയുള്ള ബസ് ജീവനക്കാരെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മനുഷ്യരെന്ന് പറയുന്നത് നമുക്കൊരു പ്രതീക്ഷ നൽകുകയാണല്ലേ. നമ്മുടെ കൂടെയുള്ള മനുഷ്യർ എന്ന് പറയുന്നത് നമുക്കൊരു പ്രതിസന്ധി ഘട്ടം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സ്വാർത്ഥരായി ചിന്തിക്കാതെയൊക്കെ ഉള്ള മനുഷ്യർ നമുക്ക് ചുറ്റും ഇപ്പോഴും ഉണ്ട് എന്നൊരു പ്രതീക്ഷ നമുക്ക് തരുന്ന ഒരു റിപ്പോർട്ടാണ് അല്ലേ ഗോകുൽ? ഈ വാർത്ത കാണുമ്പോൾ നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ സമ്പാദിക്കാത്ത 1 രൂപ പോലും നമുക്ക് അവകാശപ്പെട്ടതല്ല. അങ്ങനെ കിട്ടുന്ന പണം ആരാണോ അതിൻ്റെ യഥാർത്ഥ അവകാശികൾ അവരിലേക്ക് നമ്മൾ എത്തിക്കണം, അതിനുവേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ആ യുവാക്കൾ 2 പേരും, മണികണ്ഠൻ, വിനു എന്നുള്ളവർ, അവർ ഒരു സ്വകാര്യ ബസ്സിൽ ഓടുന്ന നിരവധി പ്രാരാബ്ധമുള്ള 2 ചെറുപ്പക്കാരാണ്. ഇപ്പോൾ സ്വകാര്യ ബസ്സുകളുടെയൊക്കെ അവസ്ഥ ഇപ്പോൾ അറിയാലോ, പല ആളുകൾക്കൊക്കെ തന്നെ, ജീവനക്കാർക്കൊക്കെ തന്നെ സാമ്പത്തികമായി പ്രതിസന്ധി നേരിടുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലായിരുന്നിട്ട് കൂടി 10 പവൻ സ്വർണ്ണമാണ് അവർ കാണുന്നത്. 10 പവൻ എന്ന് പറഞ്ഞാൽ ഇന്ന് 10 ലക്ഷത്തിന് മുകളിൽ വില വരും. അപ്പോൾ അത്രയും സ്വർണം, അത്ര രൂപയുടെ മൂല്യമുള്ള സാധനങ്ങൾ കിട്ടിയിട്ട് പോലും അത് അതിൻ്റെ ഉടമകളിലേക്ക് അവർ അന്വേഷിച്ചു വന്നതല്ല, മറിച്ച് പോലീസ് വഴി അതിൻ്റെ ഉടമകളിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. ആ ബസ്സിൽ അവരിങ്ങനെ കണ്ടു. ആദ്യം അത് വസ്ത്രം മാത്രമാണെന്ന് കരുതി അവരെടുത്ത് മാറ്റിവെച്ചു. പിന്നീടാണ് വൈകിട്ടോടുകൂടിയാണ് അതിൽ സ്വർണം കാണുന്നത്. അങ്ങനെ പോലീസിൽ ഏൽപ്പിക്കുകയാണ് അവർ ചെയ്തത്. അത് ആ യുവാക്കൾ ചെയ്ത കാര്യം നമുക്ക് എല്ലാവർക്കും മാതൃകയാണ്. നമ്മളെപ്പോഴും പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ അധ്വാനിക്കാതെ നമുക്ക് 1 രൂപ പോലും കിട്ടിയാൽ അതൊരിക്കലും നമുക്ക് ഗുണം ചെയ്യില്ല. ആരുടേതാണോ, ആരർഹിക്കുന്ന പണമാണോ, ആരാണോ അത് അധ്വാനിച്ചുണ്ടാക്കിയത് അവരിലേക്ക് അത് തിരികെ എത്തിക്കണം എന്നുള്ളതാണ്. അത് ആ നല്ല മാതൃക, ഏറ്റവും മികച്ച മാതൃകയാണ് ആ 2 ചെറുപ്പക്കാരും കാണിച്ചത്. ഒരു മാതൃക തന്നെയാണ്. എന്തായാലും ആ ബസ് ജീവനക്കാർക്ക് അവരുടെ സത്യസന്ധതയ്ക്ക് വലിയൊരു കയ്യടി കൊടുക്കുകയാണ്. ശരി.